പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർക്ക് കേരളം മുഴുവനും മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരിക പ്രയോഗമല്ല, അക്ഷരാർത്ഥത്തിൽ സത്യമായി. കാരണം ഇതുവരെ കേരളത്തിലുണ്ടായ എല്ലാ വിഷയങ്ങളിലേക്കും ആ ചർച്ചകൾ കടന്നു വന്നു. ഈ സംഭവം നിങ്ങൾ കേട്ടു നോക്കൂ. സർക്കാർ ആശുപത്രിയിൽ സർക്കാർ ജോലി ചെയ്യുന്ന നഴ്സുമാരായ കന്യാസ്ത്രീമാരുണ്ട്. അവരിടുന്ന വേഷം എന്താണ്? ഈ കേരളത്തിലെ നഴ്സുമാരുടെ വേഷം എന്താണെന്നറിയോ? സ്റ്റാഫ് നഴ്സുമാർ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ നിറമുള്ള സാരി, ചുരിദാർ, സാൽവാർ കമ്മീസ്, അതിനു മുകളിൽ വെളുത്ത ഓവർകോട്ട്. ഇത് ഹെഡ് നഴ്സുമാർ ലാവൻഡർ കളറുള്ള സാരി, ചുരിദാർ, സാൽവാർ കമ്മീസ്, അതിനു മുകളിലുള്ള ഓവർകോട്ട്. ഇതാണ് സ്ത്രീകൾക്കുള്ളത്. പിന്നെ പുരുഷന്മാരുടെയാണ്, അത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതാണ് സ്ത്രീകൾക്കുള്ള യൂണിഫോം എന്ന് പറയുന്നത്. ഇത് സർക്കാർ നിഷ്കർഷിക്കുന്ന യൂണിഫോം. എവിടെയെങ്കിലും കന്യാസ്ത്രീമാരെന്ന അത് പറ്റില്ല, ഈ യൂണിഫോമാണ് നമ്മൾ ഇവിടുത്തെ നിയമം ഇതാണ്, സർക്കാരിന്റെ നിയമം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്യസ്ത വേഷം മാറ്റി വെച്ചിട്ട് ഈ ചുരിദാറോ സാൽവാർ കമ്മീസോ ധരിച്ച് ഓവർകോട്ട് ഇട്ട് വേണം ഇവിടെ പണിയെടുക്കാൻ എന്ന് നിർബന്ധിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ നിർബന്ധിക്കാത്തത്? ഇതെല്ലാം ഒരുമിച്ചൊഴുകുന്ന ഒരു സംവിധാനമാണ്. കുഴപ്പമില്ല. ഇവർ ഈ സന്യസ്ത വേഷത്തിൽ തന്നെ അവർക്ക് അവിടെ പണിയെടുക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ കേരളത്തിൽ, ഈ സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ മട്ടിൽ ഉദാരതയോടെ ഇതിനെ കണ്ടാൽ പോരെ. പക്ഷേ ഈ പറയുന്ന ഇവർ ഒരല്പം പോലും അവരുടെ വാർത്താ സമ്മേളനത്തിൽ ഈ പറയുന്ന ഹ്യൂമാനിറ്റിയോ അവർ ആവർത്തിച്ച് പറഞ്ഞ പല വാക്കുകളുമുണ്ട്, പുട്ടിന് പീര പോലെ. ആ വാക്കുകളൊന്നും പ്രായോഗിക തലത്തിലില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ചോര കൊതിക്കുന്ന പല ആളുകളുടെയും പിന്തുണ ആവർത്തിച്ച് ആഗ്രഹിക്കുന്ന ഒരു സമീപനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയം. എത്ര കൃത്യമാണത്? ആരെങ്കിലും ഒരാൾ അവരാ വേഷമിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നതിനെ ചോദ്യം ചെയ്യാറുണ്ടോ? ഇല്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് എന്തിനാണത്? അവിടെ ഹോസ്പിറ്റൽ സേവനമാണ് അവർ നടത്തുന്നത്. അതുപോലെ സ്കൂളിൽ ഒരു കുട്ടിക്ക് ഹിജാബ് ധരിക്കണമെന്ന ആവശ്യമുണ്ടെങ്കിൽ അവളത് ലഭിച്ചോ. ഏതുപോലെ മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളുണ്ട്, അവിടെയൊക്കെ മുസ്ലിം പെൺകുട്ടികളൊക്കെ ഹിജാബ് ഇട്ട് വരും, ഹൈന്ദവ കുട്ടികളൊക്കെ പൊട്ടുധരിച്ചു വരും, തലമറക്കൂല. അത് പ്രശ്നമല്ല. അവരുടെ സൗന്ദര്യം അതാണ്, ഞങ്ങളുടെ സൗന്ദര്യം ഇതാണ്. അങ്ങനത്തെ ഒരു ചിട്ടയിലേക്ക് നമ്മുടെ കേരളത്തിന്റെ അഭിമാനം ഉയർന്ന് അവിടെയാണ് ഇത്തരം സ്കൂളുകൾ കളങ്കപ്പെടുത്തിയത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ആ പ്രിൻസിപ്പിളിനെ കണ്ടാൽ ആളുകൾ ചിരിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തി. എന്തുകൊണ്ട്? ആ ഒരു വിഷയത്തെ ആ വിധത്തിലേക്ക് അവർ കൊണ്ടുപോയി. ഞാൻ പറയുന്നത് ഇനി കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ്.